മൂന്നാം തവണയും തുടർഭരണം കിട്ടുമെന്ന് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്? അല്ല, കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു തുടർച്ച വേണം എന്നുള്ളത്. ഇന്നലെ ഞാൻ കൊച്ചിയിൽ അവതരിപ്പിച്ച പദ്ധതി നമ്മുടെ ഗവൺമെൻറ് അനുമതി നൽകിയ 3716 കോടിയുടെ കനാൽ റിജനുവേഷൻ പദ്ധതിയാണ്. 6 കനാലുകൾ ആഴം കൂട്ടി, വീതി കൂട്ടി, അതിൻ്റെ വശങ്ങളെല്ലാം മനോഹരമായ നടപ്പാതകൾ, നമ്മൾ ആംസ്റ്റർഡാം, സിംഗപ്പൂർ, വെനീസിലെ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു മാറ്റം കൊച്ചിക്ക് ഉണ്ടാക്കുന്ന പദ്ധതി. മെട്രോ കഴിഞ്ഞാൽ മെട്രോയുടെ ആദ്യഘട്ടം 4000 കോടിയായിരുന്നു. ഏകദേശം അത്രയും പണമാണ് നമ്മൾ ഇപ്പോൾ ഇതിന് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം തുടരണമെന്ന് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. ഒരു മാറ്റം ഉണ്ടാകണം. ഇപ്പോൾ വാട്ടർ മെട്രോ വലിയ മാറ്റം ഉണ്ടാക്കി. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംവിധാനങ്ങളാകെ മാറുന്നു. കേരളം ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് മാറുന്നു. കേരളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഈ മാറി എന്നുള്ളത് പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ, ഒരു ഗവൺമെൻറ് വരുന്നു, അടുത്ത ഗവൺമെൻറ്, തുടർച്ച ഉണ്ടാകുന്നില്ല. തുടർച്ച ഇപ്പോൾ ഞാൻ ആരംഭിക്കുമ്പോൾ എനിക്ക് എളുപ്പമാണ്, കാരണം നേരത്തെ ഗവൺമെൻറ് തുടർച്ചയാണ്, പോളിസി ഉണ്ട്, പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ടില്ല, മറിച്ചിടേണ്ടതില്ല, തിരുത്തേണ്ടതില്ല. കണ്ടിന്യൂഷൻ ഓഫ് ദ പോളിസീസാണ്. കണ്ടിന്യൂഷൻ ഓഫ് ദ ഗവൺമെൻറ് മീൻസ് ദാറ്റ് കണ്ടിന്യൂഷൻ ഓഫ് ദ പോളിസീസ്. അപ്പോൾ അതുകൊണ്ടൊരു ബ്രേക്കില്ല. അപ്പോൾ അത് കേരളത്തിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാറ്റം വേണം, ഒരു തുടർച്ച, മുന്നേറ്റം തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു.